സർ, ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വലിയ പാക്കേജുകളാണ്. അതെ എല്ലാത്തിനും പാക്കേജാണ്. അതെ അപ്പോൾ ഇത് മെഡിക്കൽ ടൂറിസം പോലെയായി. അതെ എത്രയോ നാളുകളായിട്ട് അത് മാറുന്നുണ്ട്. അതെ അതെ ഇപ്പൊ സാധാരണക്കാരൻ പോലും ഉള്ളത് മുഴുവൻ പണയപ്പെടുത്തിയോ വിറ്റോ ഉം. വെറുക്കെയോ ഒരു അസുഖത്തിന് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന അവിടെ നിന്ന് തങ്ങൾക്ക് മുക്തി ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ ചെല്ലുമ്പോൾ പിന്നീട് തിരിച്ചു കിട്ടുന്നത് ഇവരുടെ ബോഡി ആകുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് കൂടുതൽ ആഘാതം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി. ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ തന്നെ എത്ര മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആണ്. ഇതിൽ പലർക്കെതിരെയും പല വാർത്തകളും വന്നിട്ടുണ്ട്. സാറ് പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഒരു ദിവസം ഉണ്ടാകും. അതെ അതേസമയം ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടാകുന്ന സമയത്ത് അത് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ആരോഗ്യ സംവിധാനങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോ നമുക്കറിയാം, ഈ പറയുന്ന മരണം എന്ന് പറയുന്നത് ഏതാണ്ട് 18 ബെഡുകളാണ് ICUവിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. 5 ജില്ലകളിൽ നിന്നുള്ള രോഗികളാണ് ഉണ്ടായിരുന്നത്. 77 രോഗികളിലാണ് ഉണ്ടായിരുന്നത്. അതിൽ 11 പേരാണ് മരിച്ചത്. പക്ഷെ ഈ ഗോൾഡൻ അവർ കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് തീരെ ദഹിക്കാതെ പോയൊരു കാര്യം, ശരിയായിരിക്കാം, ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം, നമുക്ക് അറിയില്ല അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത്. പക്ഷെ ഒരു ഹോസ്പിറ്റലിന്റെ അധികൃതർ വന്നിട്ട് വളരെ ലാഘവത്തോടുകൂടി 11 പേരുടെ മരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത് 64ഓളം മരണങ്ങളാണ് എന്ന് പറഞ്ഞ് സാധൂകരിക്കുന്ന ആ ഒരു നിഷ്ക്രിയത്വം ഉണ്ടല്ലോ. നിഷ്ക്രിയത്വത്തെക്കാൾ ഉപരി ഞാൻ അതിനെ കാണുന്നത് നമ്മുടെ ഈ പൊളിറ്റിക്കൽ ഡിഫൻസ് ആണ്. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഈ CPM ആണ് അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം. എന്ത് സംഭവിച്ചാലും അതിനെ ന്യായീകരിക്കുക, പ്രതിരോധിക്കുക അതെ എന്ന് പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയപരമായ ഒരു നിലപാടാണ് ആശുപത്രിയുടെ ഭാഗത്തുനിന്നത്. മറിച്ച് ഈ 11 പേര് മരിക്കാനിടയുണ്ടായ കാരണങ്ങളും അറിയില്ല. 11 പേര് മരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഞങ്ങൾ വിശദമായിട്ട് അന്വേഷണം നടത്തിയിട്ട് എന്താണ് സംഭവിച്ചത്, ഓരോ രോഗിയുടെ അവസ്ഥ എന്തായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ചികിത്സ എന്തായിരുന്നു എന്നുള്ളത് ഞങ്ങളൊന്ന് പഠിച്ചിട്ട് ഇതിന്റെ മറുപടി പറയാം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ പക്ഷെ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ജസ്റ്റിഫിക്കേഷൻ ആണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നടത്തിയത്. ഇതിന്റെ ആവശ്യമേ ഉള്ളൂ എന്നൊരു ധാരണ ഇത്തരം മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾക്ക് ഉണ്ട് തന്നെ. ഇപ്പൊ നമ്മളൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് ഒരു രോഗിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ രോഗിയെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ മുമ്പേ ആദ്യം നമ്മളെ അന്വേഷിക്കുന്നത് ഇൻഷുറൻസ് ഉണ്ടെന്നാണ്. എങ്കിൽ പിന്നെ നേരെ അഡ്വൈസറുടെ അടുത്തേക്ക് എല്ലാം പറയും. ആ അഡ്വൈസറുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ ആ അഡ്വൈസറുടെ അടുത്തുള്ള സംഭാഷണ സമയം മുഴുവൻ ഈ രോഗി ഒരു പക്ഷേങ്കിൽ ചിലപ്പോൾ അറ്റൻഷൻ കിട്ടാതെ, കാരണം ആ രജിസ്ട്രേഷൻ പ്രോസസ് എന്നൊക്കെ പറയുന്നത് വളരെ ഈ പറഞ്ഞ സമയമെടുക്കുന്ന സംഗതികളൊക്കെയാണ്. അവിടെ കടന്നിരിക്കും. അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്, അനുഭവങ്ങളും ഉണ്ട്.